ഋഷിയുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, എൻ്റെ ദൈവമേ, ഭയങ്കരമായ കരച്ചിലും വിഷമവും താങ്ങാൻ പറ്റാതെ ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി കാണിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ ആലോചിച്ചിട്ടുള്ള ഭയങ്കരമായ ശ്വാസം മുട്ടലും, തൊട്ട് താങ്ങാൻ പറ്റാതെ സിജോനെയും റോക്കിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയും, കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കരയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ഇത്രയും കരയേണ്ടയും ഇത്രയും എക്സ്പ്രസ് ചെയ്യേണ്ടയും ഇത്രയും ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നതിൻ്റെയും കാര്യം എന്തായിരുന്നു അല്ലെ? ഇത്ര മാത്രം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് പറയാം കമൻറ്റ് ബോക്സിനകത്ത്. അതായത് ഒരു നോമിനേഷൻ പെട്ടത് കൊണ്ടായിരിക്കില്ല ഇത്. മിക്കവാറും ഗബ്രി ഋഷിയുടെ മുന്നിലൂടെ നോമിനേറ്റ് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു എന്നതിൻ്റെ പേരിലാണ് നടന്നേക്കുന്നത്. അപ്പം അതിന് ഇത്രമാത്രം അല്ലേ, എന്താണ് ഋഷിക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടായത്? അപ്പം ഗബ്രിയായിട്ട് അത്ര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നോ, അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ? പിന്നെ ഇതിനകത്ത് എല്ലാത്തിനും കാരണഹേതുക്കളായ നമ്മുടെ ജാൻമണി ഇതിനകത്ത് മെയിൻ ഫാക്ടർ ആയിരുന്നില്ല ഈ ഒരു ട്വിസ്റ്റിന്. ജാസ്മിനും ഗബ്രിക്കും സേഫ് ഗെയിം എന്ന് പറഞ്ഞാണ് ഋഷിയുടെ പേരെടുത്ത് പറഞ്ഞത്. സേഫ് ഗെയിം കളിക്കുന്ന വ്യക്തി വീട്ടിൽ ഋഷിയാണ്. പക്ഷേ ഋഷിയെ കൂടാതെ എത്രയോ പേരുകളുണ്ട് പറയാനായിട്ട്. സുരേഷ്, ശ്രീതു, അർജുൻ, അതേപോലെ തന്നെ ഒരുപാട് പേര് അല്ലെ, നിഷാന, ഇവരുടെയൊക്കെ പേരുകൾ പറയാം. എന്തുകൊണ്ടാണ് അവർ ഋഷിയുടെ പേര് തന്നെ എടുത്ത് പറഞ്ഞത്? അതും ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഋഷിയുടെ പേര്. പിന്നെയുള്ളത് ജാസ്മിൻ ഗബ്രി. ഇവര് ഇത്രമാത്രം ജാസ്മിൻ ഗബ്രിയിൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ജാസ്മിന്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആയിരുന്നു ഭയങ്കരം അല്ലേ, ഭയങ്കരമായ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കണ്ടു. അപ്പോൾ ഞാൻ എപ്പിസോഡ് കഴിഞ്ഞ് ഞാനൊരു പോൾ ഇട്ടപ്പം നിങ്ങൾക്കറിയാം, നോർമലി പോളിൽ വരുന്ന പോലെ നിങ്ങൾ ഇന്നത്തെ ഇതിൽ ആരുടെ കൂടെയാണ് നിങ്ങളെന്ന് പറഞ്ഞാണ് പോൾ ഇട്ടത്. ഋഷിയുടെ കൂടെയാണോ അതോ ജാസ്മിൻ ഗബ്രിയാണോ? ശരി, നോർമലി നമുക്ക് എല്ലാവരും വിചാരിച്ച പോലെ തന്നെ 82% പേരും പറയുന്നത് ഋഷിയുടെ കൂടെയാണ്, ഋഷി ചെയ്തതാണ് ശരിയെന്നാണ് 82% പേരും പറയുന്നത്. 18% പേരാണ് ജാസ്മിനും ഗബ്രിയും ചെയ്തതാണ് ശരിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജാസ്മിനും ഗബ്രിക്ക് എന്തായിരുന്നാലും 18% കിട്ടുള്ളൂ. കാര്യം അവർ അത്ര മാത്രം നെഗറ്റീവ് അടിച്ച് നിൽക്കുകയാണ്. അവരെന്തൊക്കെ ചെയ്താലും അവർക്ക് നെഗറ്റീവായിരിക്കും വരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് ജാസ്മിനെയും ഗബ്രിനെയും മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ പറയാം, അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഋഷിയുടെ കാര്യം ആദ്യം വരാം. ഋഷി എന്തുകൊണ്ടാണ് ഇത്രമാത്രം കരഞ്ഞത്? ഇത്രമാത്രം ഇമോഷൻ, ശ്വാസം മുട്ടലും വായിന്നൊക്കെ ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര, ഈ പയ്യന് എന്തെങ്കിലും ആൻസൈറ്റി ആണോ, ഇനി എന്താണ്? അത്രമാത്രം ടെൻഷൻ അടിച്ച രീതിയിലാണ് ഋഷി പെരുമാറിയത്. അപ്പോൾ അതുപോലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കെട്ടിപ്പിടിച്ച് കരയുന്നതായിട്ടാണ് കണ്ടത്. ഒരു നോമിനേഷൻ്റെ കാര്യത്തിൽ ഋഷി ഇങ്ങനെ കരയില്ല. ഋഷി പറഞ്ഞു, എന്നെ നോമിനേറ്റ് ചെയ്തതിലല്ല ഞാൻ കരയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ഇതൊരു ഗെയിമാണ്. ഇതിനകത്ത് നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പം ഋഷി പറയുന്നത്, ഇപ്പം നിങ്ങൾ കുറേ പേര് വന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുമായിരിക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചിലപ്പം ആർമിക്കാരും ഒക്കെ വരും, ഫാൻസുകാരും ഒക്കെ വന്ന് അത് അങ്ങനെയാണ്. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇമോഷണൽ ഗെയിമും കൂടിയാണ്. പക്ഷേ ഇത് ആത്യന്തികമായി ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഗെയിമാണ്, നോമിനേഷൻ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അതിനെ അതുപോലെ എടുക്കണം, അതുപോലെ കളയണം. പക്ഷേ ഇവിടെ ഋഷിക്ക് വിഷമം വന്നത് നോമിനേറ്റ് ചെയ്തുകൊണ്ടല്ല. ഇതിനകത്ത് ഋഷിക്ക് വിഷമം വന്നത് വ്യക്തമായി ഋഷി പറയുന്നുണ്ട്, ഗബ്രിയാണ് കാരണം. ജാസ്മിൻ ഗബ്രിയുടെ കൂടെ നിന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്തിട്ട് നോമിനേഷന് ശേഷം ഋഷിയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് എങ്ങനെ നടക്കാൻ പറ്റി? പുറകെ നിന്ന് കുത്തിയിട്ട് ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ ചിരിക്കാൻ പറ്റി? ഈ ഒരു കാരണം. പിന്നെ സേഫ് ഗെയിം, അതും ജാൻമണി പോയി പറഞ്ഞപ്പോൾ ഋഷിക്ക് നല്ല ട്രിഗർ ആയിട്ടുണ്ട്. സേഫ് ഗെയിം കളിക്കുന്നത് ഋഷിയാണെന്ന് ജാൻമണി പോയി പറഞ്ഞു. അപ്പോൾ അതിലും ഋഷിക്ക് നല്ല വിഷമോ, സേഫ് ഗെയിം കളിക്കുന്നത് ഞാനാണല്ലേ, ഞാനൊന്നും കളിക്കുന്നില്ല അല്ലേ എന്നുള്ള ഇതിൽ. അപ്പോൾ ആ ഒരു കാര്യം ഋഷിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാര്യം എത്ര ആൾക്കാരെ ഇതിനകത്ത് സെക്കൻഡ് വീക്കേ ആയിട്ടുള്ളൂ, നോമിനേഷൻ സെക്കൻഡ് വീക്കേ ആയിട്ടുള്ളൂ, 2ാമത്തെ ആഴ്ചയിലെ നോമിനേഷനാണ്. എത്രയോ പേരെ നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും നോമിനേറ്റ് ചെയ്യാം. അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഗെയിം തന്നെയാണ്. ഇതിനകത്ത് ഒരു ഇമോഷണൽ ഫാക്ടറും ജാസ്മിനും ഗബ്രിയും വെക്കുന്നില്ല. കാര്യം ഗബ്രിക്കും ജാസ്മിനും എത്ര പേരുകൾ പറയാം. ശ്രീതുവിൻ്റെ പേര് പറയാം, ഒന്നുമേ ചെയ്യുന്നില്ല, പുള്ളിക്കാരിക്ക് മലയാളവും നേരെ മനസ്സിലാവുന്നില്ല. സുരേഷിൻ്റെ പേര് പറയാം, അർജുൻ്റെ പേര് പറയാം, മോശം ക്യാപ്റ്റനായിരുന്നു, അധികം സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ പറയാം. നിഷാനയുടെ പേര് പറയാം. ഇവരുടെ ഒന്നും പേര് പറയാതെ എന്തുകൊണ്ട് ഋഷിയുടെ പേര് പറഞ്ഞു? അത് അവരുടെ ഗെയിം തന്നെയാണ്. അതും 2ാമത്തെ ആഴ്ചയിൽ എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ അതിലും ഋഷി ആലോചിച്ചു, അതെന്തുകൊണ്ട് എന്നെ? അപ്പോൾ അത്രമാത്രം എനിക്കെതിരെയാണ് ഗബ്രി നിൽക്കുന്നത്. അതും ജാസ്മിൻ്റെ വാക്ക് കേട്ടുണ്ട്. അവിടെയാണ് ജാസ്മിനെ പോയിട്ട് ഒരുപാട് മോശം വാക്കുകൾ ഋഷി പറഞ്ഞു. ശരിക്കും അത് ജാസ്മിനെ പോയിട്ട്
വഴക്ക് പറയാം, പക്ഷെ മോശം വാക്കുകളും കുറേ ക്യാരക്ടറൊക്കെ വെച്ച് കുറേ പറഞ്ഞു ഇങ്ങനെ തന്നെ അല്ലേടി പുറത്ത് ഇങ്ങനത്തെ കാര്യം. ഇതൊരു ഷോയാണ്, നാട്ടുകാരെല്ലാം കാണുന്നതാണ്. അപ്പോൾ അത് ആ ജാസ്മിനെ എന്തായാലും അത് എഫക്റ്റ് ചെയ്യും. ഞാനിപ്പം ഒരു ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടീനെ ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഋഷി അത് ഭയങ്കരമായ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത്രമാത്രം അപ്പോൾ ജാസ്മിൻ്റെ ഒരു ഇതിൽ ജാസ്മിൻ ഗബ്രീനെ ജാസ്മിന് ഋഷിന് വലിയ താല്പര്യമില്ല. ഋഷിക്ക് ജാസ്മിനോട് നല്ല ദേഷ്യമുണ്ട്, വലിയ താല്പര്യവുമില്ല ജാസ്മിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒന്നിലും ഋഷിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ തൻ്റെ സുഹൃത്തായ ഗബ്രീനെ, അത് ഗബ്രി പക്ഷേ ഋഷിയുടെ ഇത്രമാത്രം സുഹൃത്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാര്യം ഇമോഷണലി പുള്ളിക്കാരൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഗബ്രിയുടെ അടുത്ത്. എനിക്ക് തോന്നിയ കാര്യമാണ്. കാര്യം അത് കണ്ടിട്ട് ഗബ്രിയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം അറ്റാച്ച്മെൻ്റ് ആയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് ഋഷീനെ ഫീൽ ചെയ്തത്. വളരെ വീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി. കാര്യം ഭയങ്കര പുള്ളിക്കാരനെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. ആ രീതിയിലുള്ള പേഴ്സണാലിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് എനിക്ക് ഇന്ന് ഋഷീനെ ഫീൽ ചെയ്തത്. അപ്പം ഒട്ടും ഇഷ്ടമില്ലാത്ത ജാസ്മിൻ ഗബ്രീനെ സ്വാധീനിച്ച് തന്നെ പേര് പറയിപ്പിച്ചു. പക്ഷേ ജാസ്മിനോടുള്ള ദേഷ്യവും വിഷമവും എല്ലാം ഇന്ന് ഗബ്രി പ്രകടിപ്പിച്ചു. ഇനി ജാൻമണിയുടെ കാര്യം. ജാൻമണി ഇന്ന് ചെയ്തത് ഒരു തെറ്റാണ്. കാര്യം അവിടെ ലാലേട്ടൻ വന്നാൽ ഇതേ പറയും, പവർ റൂമിൽ ഡിസ്കസ് ചെയ്ത കാര്യം ആരോടും പറയാൻ പാടില്ല. നമ്മൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലെങ്കിൽ ഓപ്പണായിട്ട് അവർ വന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇത് അവരുടെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. ഈവൻ അപ്സരനെ പോലും ബിഗ് ബോസ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്സരയോട് മാറി നിൽക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. പവർ ടീം മാത്രമാണ് തീരുമാനിക്കേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പോയിട്ട് ജാൻമണിയാണ് കൊളുത്തി ഇത്രയും ആ പയ്യന് ഇത്രയും ഇമോഷണലി വീക്കാക്കി വിട്ടത്. ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഋഷിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പതുക്കെ ഗബ്രിക്ക് മനസ്സുണ്ടെങ്കിൽ, ഗബ്രിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഗബ്രി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അന്ന് നിന്നെ നോമിനേറ്റ് ചെയ്തത് ഞാനാണ്, നീ ഒന്നും വിഷമിക്കരുത് എന്ന് ശരിക്കുമുള്ള സുഹൃത്തായിരുന്നെങ്കിൽ ഗബ്രി ഇരുന്നേനെ. സുഹൃത്തല്ലെങ്കിൽ പറയാനൊന്നും പോണില്ല, സുഖമായിട്ട് നോമിനേറ്റ് ചെയ്ത് മിണ്ടാതിരിക്കും. പക്ഷേ ഇവിടെ ഋഷിക്ക് ഫീൽ ചെയ്തത്, ഋഷി ഇത് അറിയുകയും ചെയ്തു. എന്നിട്ട് ഋഷിയുടെ മുന്നിൽ കൂടെ ഇവർ ചിരിച്ച് കളിച്ച് നടക്കുന്നു, ഋഷിയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. യാതൊരു നാണക്കേടും ഇല്ലാണ്ട്, യാതൊരു പ്രശ്നമില്ലാണ്ട് ഗബ്രി മുഖത്ത് നോക്കി ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, ഒരു കുറ്റബോധവുമില്ല, ഒരു നാണക്കേടുമില്ല. പിറകിൽ നിന്ന് കുത്തി. ആ ഒരു വിഷമമാണ് ആർക്ക്? നമ്മുടെ ഋഷിക്കുള്ളത്. അപ്പോൾ ഋഷിക്ക് എനിക്കൊന്ന് പഴയ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഋഷിക്ക് ആ ഒരു ട്രിഗർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം കൺഫെഷൻ റൂമിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. അപ്പോൾ എനിക്ക് തോന്നി ഈ പയ്യന് പഴയ എന്തെങ്കിലും കാര്യത്തിലുള്ള ട്രിഗർ, അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പിറകിൽ നിന്ന് ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ട് അയാൾ ചതിച്ചത്, ആ ഒരു ഓർമ്മ, ആ ഒരു ഇത് തിങ്കിങ് ഇതിലേക്ക് വന്നോ, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് ജാൻമണിയുടെ റോള് വലുതാണ്. ജാൻമണിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഋഷി ജാസ്മിനെ പറഞ്ഞത് അത്രയും മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഋഷി അത് വേറെ ഒരു സ്ത്രീകളെയും പറയത്തില്ല ബിഗ് ബോസിനകത്ത്, ജാസ്മിനെ മാത്രമേ പറയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ജാസ്മിനെയാണ് ഇപ്പോൾ എല്ലാവരും അവിടെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പുറത്താണെങ്കിൽ പ്രേക്ഷകർക്കും ജാസ്മിനെ എത്രമാത്രം ടാർഗറ്റ് ചെയ്തു, അല്ലെ ജാസ്മിന് എത്രമാത്രം ആരെങ്കിലും വഴക്ക് പറയണോ അവർക്ക് സപ്പോർട്ട് കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തം കുഴി കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. കാര്യം ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ജാസ്മിൻ ഈ ഒരു കോംബോയിലേക്ക് പോകാൻ. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയും. കാര്യം അത്ര നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇത്രയും ഇതായിട്ട്, അതായത് ജാസ്മിൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഗെയിം കളിക്കുന്നതൊന്നും പ്രേക്ഷകർ കാണുന്നില്ല. അത് ഈ വോട്ടിങ്ങിൽ വ്യക്തമാണ്. പക്ഷേ കമൻറ്റ് ബോക്സിനകത്ത് ആൾക്കാർ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ബോക്സിനകത്ത് ആൾക്കാരുടെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോളിൽ ഋഷിക്കാണ് ഏറ്റവും കൂടുതൽ പോൾ ഉള്ളതെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ബിഗ് ബോസ് മല്ലു ടോക്സിൻ്റെ കമ്മ്യൂണിറ്റി പോളിലെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് കാണാം. കറക്റ്റായിട്ട് ആരുടെയൊക്കെ ഭാഗത്താണ്, ഋഷിയുടെ കാര്യത്താണോ, ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ജാൻമണിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ, എല്ലാം ആൾക്കാരുടെ വ്യൂ പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെ ഗബ്രി തലേ ദിവസം പവർ ടീമിൽ നിന്ന് മാറും പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം വന്നിട്ട് ജാസ്മിനെയും കൂടെ അകത്ത് കയറ്റി കളിച്ചിട്ട് ഒടുക്കത്തെ കളിയാണ് ഇതിനകത്ത് ഗബ്രി കളിച്ചത്. അപ്പോൾ പക്ഷേ ഇതൊക്കെ നെഗറ്റീവ് രീതിയിലാണ് ഗബ്രിക്ക് പുറത്ത് പൊക്കോണ്ടിരിക്കുന്നത്. ഗബ്രി ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്കകത്ത് നമ്മൾ അവിടെ എന്തൊക്കെ കളിച്ചാലും ഇതിൽ പുറത്ത് ഔട്ട് പോകുന്നത് പോസിറ്റീവോ നെഗറ്റീവോ അത് നമ്മുടെ കയ്യിലല്ല. അത് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഇംപ്രഷനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ജാസ്മിൻ ഗബ്രി കോംബോ വന്നപ്പം നെഗറ്റീവ് ഇംപ്രഷനായിട്ടാണ് പകുതി പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും കമൻറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഋഷിയുടെ കാര്യത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കുറച്ച് കൂടിപ്പോയി, ഇത്രേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഗബ്രിയും ജാസ്മിനും എന്തുകൊണ്ട് ഋഷീനെ നോമിനേറ്റ് ചെയ്തതുള്ള കാര്യവും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ജാൻമണിയുടെ കാര്യത്തിലും ജാൻമണി ഇതിനകത്ത് ഒരു വലിയൊരു കാര്യമാണ്, ഫാക്ടറാണ്. ജാൻമണിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നും പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഗബ്രി ഇവിടെ നിഷാനേനെ ഔട്ടാക്കി ജാസ്മിനെ അകത്ത് കയറ്റിച്ചു. അത് വലിയൊരു ഗെയിമാണ്. ഇനി പക്ഷെ ജാൻമണി ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു ഇത്, അതായത് അവർ പറയുന്നത് പോലെ ഒരിക്കലും പോകാൻ
പോകാൻ സമ്മതിച്ചില്ല. അതിന് പകരം ജിൻഡോയുടെ പേര് എടുത്തിട്ടു. ആർക്കും ഒരു പ്രശ്നമില്ല ജിൻഡോയുടെ പേര്. ജാൻമണി പ്രത്യേകം എടുത്ത് പറഞ്ഞു എനിക്കൊരു വാലിഡ് റീസൺ വേണം ഋഷീനെ നോമിനേറ്റ് ചെയ്യാൻ. എനിക്ക് ആ വാലിഡ് റീസൺ കിട്ടിയിട്ടില്ല, എനിക്ക് നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല, എനിക്ക് പവർ ടീമിനും നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തന്നെ ക്ലിയർ കട്ടായിട്ട് ജാൻമണി ജിൻഡോനെ എടുത്തിട്ടു. കാര്യം ജിൻഡോനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല. ജിൻഡോന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. പിന്നെ ജിൻഡോ പുറകെ നടക്കൂല, ഒരു പ്രശ്നമില്ല, അവിടെ സേഫ് ആക്കാം എന്നുള്ള രീതിയിൽ ജിൻഡോയാണ് ഇപ്പോൾ എല്ലാവരുടെയും എന്താണ് പറയുന്നത് കുരുതി കൊടുക്കുന്ന ഐറ്റം പോലെ പാവം ജിൻഡോനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പവർ ടീമിൻ്റെ കാര്യം. പവർ ടീമിന് ഇനി ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഋഷിയുടെ ഔട്ട് ബ്രേക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഋഷിയുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി പവർ ടീമിൽ ഇനി ഒന്നും ചെയ്യേണ്ട, ക്യാപ്റ്റൻ ഇനി ഒന്നും ചെയ്യേണ്ട. പിന്നെ റോക്കി റസ്മിനും തമ്മിലുള്ള പ്രശ്നം. റസ്മിൻ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുത്തു. പക്ഷേ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലാണ് വഴക്കുണ്ടായത്. റോക്കി അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്തിട്ടാണ് വഴക്കുകൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡ്രസ് കോഡിൻ്റെ കാര്യം ഈ റസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോയുടെ അടുത്ത്. സിജോയാണ് മുണ്ടുടുത്ത് നിന്നിരുന്നത്. പക്ഷേ എന്നാലും വളരെ മനോഹരമായിട്ട് തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ പുള്ളിക്കാരി ചെയ്യിപ്പിച്ചു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ റോക്കിയെ പോലും സ്വന്തമായിട്ട് വഴക്ക് പറഞ്ഞ് ചെയ്യിപ്പിച്ചു പുള്ളിക്കാരി. അപ്പോൾ അതിൽ എനിക്കൊന്ന് റോക്കി ആ ഒരു പ്രശ്നമെടുത്ത് റസ്മിനെ ട്രിഗർ ചെയ്യാൻ നോക്കി. റസ്മിനും തിരിച്ച് അങ്ങോട്ട് റോക്കിക്കും കൊടുത്തു, റോക്കി റസ്മിനും കൊടുത്തു. പക്ഷെ ചെറിയ കാര്യം, നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നി. സിജോയുടെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, റസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സിജോയുടെ അടുത്ത് പോയി ഡ്രസ്സ് ഇടൂ എന്നുള്ളത്. പക്ഷേ സിജോ അത് ഇട്ടില്ല. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ അത് ഈ പ്രസക്തിയില്ല. അപ്പോൾ എന്തായിരുന്നാലും പുള്ളിക്കാരി സിജോ നന്നായിട്ട് ചെയ്തു, മുണ്ടെടുത്ത് സിജോ നന്നായിട്ട് തന്നെ എക്സസൈസ് ഒക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അർജുനും സിജോയൊക്കെ എനിക്കൊന്നും അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ജിമ്മിലൊന്നും അത്ര വലിയ പ്രശ്നമില്ലെന്നാണ് അർജുൻ തന്നെ പറയുന്നത്. അപ്പോൾ റോക്കി ഇവിടെ ഒരു നിസ്സാര പ്രശ്നത്തെ വലുതാക്കിയതുപോലെ എനിക്ക് തോന്നി. പിന്നെ എടുത്ത് ശരണ്യ. ഈ ശരണ്യ ഇന്ന് ഗബ്രിയുടെയും അത് തന്നെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോംബോ. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണോ ലവ് ട്രാക്ക് ആണോ? ജാസ്മിൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്, ഒരു തരത്തിലുള്ള കാതലും ഇല്ല. അപ്പം ശരണ്യ അവിടെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു എന്നാൽ അതിനൊരു പ്രൈവസി വെക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇത് മലയാളം ബിഗ് ബോസ് ആണ്. ഇനി ഇത് ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ കൂടി കട്ട നെഗറ്റീവായി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ഗെയിം പ്രേക്ഷകർ മനസ്സിലാക്കാതെ ഇവരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇവരുടെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. ഇവിടെ ഒരു ഷോയിൽ ഇവർ വന്നിട്ട് ഈ രണ്ട് കുട്ടികളുടെ ഫ്യൂച്ചർ ഒരിക്കലും അവതാളത്തിലാവാൻ പാടില്ലെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴും അത്രമാത്രം അറ്റാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലവ് കോംബോ ചെയ്യുമ്പോഴത്തേക്കും സൽമാൻ അത് പറയും, മക്കളെ നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റാണ്, ഇപ്പോൾ നിങ്ങൾ ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഇതിനകത്ത് നടത്തും, ഇതൊക്കെ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആവും, എന്നാലും ഭാവിയിൽ നിങ്ങൾ ഇതൊക്കെ നിങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉമ്മ വയ്ക്കുകയോ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിധി ഉണ്ടാവുക, അതിനൊരു ബാരിയർ വെക്കണം, അതിനൊരു മാർജിൻ വെക്കണം. ഇത് ഒരു TV ഷോയാണ്. ഇതിനകത്തുള്ളതൊന്നും നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്, സൽമാൻ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ലാലേട്ടൻ ഒന്ന് പറയണം, അത് പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരുപാട് പേര് ഈ കോംബോ കളിച്ചുകൊണ്ട് ആരും വരരുത്. കോംബോ കളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. കുറച്ച് പേര് കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് അവർ തറയിലിടും. അത് കഴിഞ്ഞ് തറയിലിട്ട് അടുത്ത കോംബോയുടെ പുറകെ പോവും. നിങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ദയവീതി ഇനി വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ എന്ത് തോന്നിയാലും അതിനൊക്കെ ഒരു പരിധി വെക്കുക. ഓഡിയൻസിന് ഇപ്പോൾ എല്ലാം മനസ്സിലാവും, കള്ളമാണോ സത്യമാണോ എന്നൊക്കെ മനസ്സിലാവും. പൊട്ടന്മാരൊന്നും അല്ല. അപ്പോൾ എനിക്കൊന്ന് പേളി ശ്രീനേഷ് കഴിഞ്ഞ ശേഷം ഒരു കോംബോയും ഇവിടെ നല്ല രീതിയിൽ പോയിട്ടില്ല, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിലുണ്ടായിരുന്നത്. നാളെ എനിക്കൊന്ന് ഗബ്രി അപ്സര തമ്മിൽ ഭയങ്കര വഴക്ക് കാണുന്നുണ്ട്, നീ ഗ്രൂപ്പിസം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നാളെ അപ്ഡേറ്റ് ആയിട്ട് വരാം. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. നമ്മുടെ എപ്പിസോഡ് 9 മാർച്ച് 18. ജിൻഡോ കരച്ചിലാണ് ഇവിടെ. കഷ്ടം തോന്നിപ്പോയി കേട്ടോ. ലാലേട്ടാ രതീഷേട്ടനെ കയറ്റിവിട് ലാലേട്ടാ, ദൈവമേ രതീഷേട്ടനെ കയറ്റിവിട്, ഒരവസരം കൂടെ കൊടുക്ക് ലാലേട്ടാ. അപ്പം റോക്കി നീ ഒന്നും മിണ്ടാതിരിക്കും, ഇനി അടുത്ത് നീ പോകും ഞാൻ പോകും, നീ ഒന്നും മിണ്ടാതിരി. അപ്പോൾ ജിൻഡോ ഇല്ല, അയ്യോ പാവമാണ് മനുഷ്യൻ, ആ മനുഷ്യൻ പാവമാണ്, ഒരു അവസരം കൂടെ കൊടുക്കുക ലാലേട്ടാ, ഒരു അവസരം കൂടെ കൊടുക്ക്. എല്ലാവരും കൂടെ പറയും, സിജോ വരുന്നു, അർജുൻ എല്ലാവരും കൂടെ പറയും, നിങ്ങളെല്ലാവരും കൂടെ പറയും. ആ ഒരു ജിൻഡോയുടെ നിഷ്കളങ്കത ഇതിനകത്ത് കാണാൻ പറ്റി. ആ സമയത്താണ് അടുത്ത ഷോട്ട് ജാസ്മിൻ്റെ ഗബ്രിയുടെ. ജാസ്മിൻ ആപ്പിൾ കഴിക്കണം, എന്തൊരു ഇമോഷണൽ. അതെ, അപ്പം ഗബ്രി
എനിക്ക് പുതിയ പ്ലാനുകളൊക്കെ ഉണ്ട്, എനിക്ക് പവർ ടീമിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടെന്ന് ഗബ്രി പറയുന്നു. ഗബ്രി വന്നിട്ട് പറയാണ് നാളെ ഞാൻ ഈ ബാഡ്ജ് കൈമാറും. അപ്പോൾ അപ്സരയൊക്കെ കൈമാറും. പിന്നെ നീ ആർക്ക് കൊടുക്കും? ജാസ്മിന് കൊടുക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല, അർഹിക്കുന്നവർക്ക് കൊടുക്കും. ശരി. അത് കഴിഞ്ഞിട്ട് ഗബ്രി ജാസ്മിന് ടണൽ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് ജിൻഡോ ചേട്ടൻ്റെ കട്ടിലല്ലേ ഗബ്രി? അത് തന്നെ. അപ്പോൾ ജാസ്മിൻ അയാൾ ഇവിടെ പോയി കിടക്കുന്നു, അയാൾ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ജാസ്മിൻ പറയണം ആ കാക്ക പോയതിൻ്റെ കരച്ചിലാണ്, ദൈവമേ പെങ്ങളെ എന്നൊക്കെ വിളിച്ച് 2 പാട്ട് പാടി നടന്നില്ല. ഇപ്പം അങ്ങനെയായി മാറി. ജാസ്മിനെ കുറച്ചൊക്കെ ആലോചിച്ചും കണ്ടും വേണം ഓരോ സംസാരിക്കാൻ. ബിഗ് ബോസ് വീടാണ്. ഓക്കെ. ഇപ്പം ജാസ്മിൻ പുള്ളി ആ കാക്ക പോയ സങ്കടത്തിൽ കിടന്ന് കഴിയുന്നുണ്ടാവും പുറത്ത് കിടന്നിട്ട് ജിൻഡോനെ. എന്തായാലും വന്ന് നട്ടപ്പാതിലേക്ക് വിളിച്ചു വളർത്താതിരുന്നാൽ മതി. രാത്രി ജാൻമണി ശ്രീരേഖം പോയിട്ട് ടണൽ റൂമിൽ പോയി നോക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയും കിടന്നുറങ്ങിയാണ്. പിന്നെ കാണുന്നത് പവർ ടീമിൻ്റെ അധികാര കൈമാറ്റമാണ്. പവർ ടീം പഴയ പവർ ടീം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അതായത് പവർ ടീമിന് പഴയ അധികാരം തന്നെയാണ്. പക്ഷേ ഒരാളെ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് പവർ ടീമിൽ നിന്ന് ഒരാളെ മാറ്റാം. നിങ്ങളെ റാങ്ക് ചെയ്യണം. 5ാമത്തെ റാങ്കിൽ വരുന്ന ആൾ പുറത്തു പോകും. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കും. ശ്രീരേഖയ്ക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, ഗബ്രിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു നിഷാനയ്ക്ക്. പക്ഷേ നിഷാനയുടെ ആണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഗബ്രി ചേഞ്ച് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ വരണം എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീരേഖ 1ാമത്തെ റാങ്ക്, യമുന 2, ജാൻമണി 3, ഗബ്രി 4, നിഷാന 5. അങ്ങനെ നിഷാന പുറത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പഴയ ക്യാപ്റ്റനായ അർജുനോട് അപ്സരയുടെ ടീമിലേക്ക് കയറാൻ ബിഗ് ബോസ് പറയാണ് കേട്ടോ. അപ്പം അപ്സര തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അപ്സര അർജുനെ ബാത്റൂം ടീമിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇനി അത് കഴിഞ്ഞ് ഓരോ ടീമുകാരും ഓരോരുത്തരെ എടുക്കണം. 3 ടീമുകാരും ഓരോരുത്തരെ എടുത്തിട്ട് അതിന്ന് ഒരാളെ വേണം, ഒരാൾ പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്ന് ഒരാൾ പവർ ടീമിലേക്ക് കയറും. അത് പവർ ടീം തീരുമാനിക്കും. അങ്ങനെ ബാക്കിയുള്ളവർ തീരുമാനമായി. പക്ഷേ റസ്മിനും ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ റസ്മിൻ പറയാണ് എൻ്റെ ടീമിൽ ഞാൻ രതീഷ് ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ജാസ്മിൻ പറയാണ് എൻ്റെ എല്ലാ സ്പിൻ. അപ്പോൾ ജാസ്മിൻ പറയാണ് എൻ്റെ ടീമിൽ രതീഷ് ചേട്ടനുണ്ടായിരുന്നു, അതേപോലെ ജിൻഡോ. നിങ്ങൾ രണ്ടുപേരെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്, ഞാൻ പെടാപ്പാട് പെട്ടാണ് ഇതുവരെ എത്തിച്ചത്, അതുകൊണ്ട് എനിക്ക് പവർ ടീമിലേക്ക് പോകണം. അപ്പോൾ ജിൻഡോ നീ എന്തോന്ന് ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഞാനിറക്കും, എനിക്ക് പോകണം, എനിക്ക് പവർ ടീമിൽ പോകണം. നീ വലിയ 0 ആണ് നമുക്ക് ഉണ്ടാക്കി തന്നത് കേട്ടോ, വലിയ 0. അപ്പം അപ്സര അയ്യോ ജിൻഡോ ചേട്ടൻ എന്താണ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ മെസ്സേജ് ക്ലീൻ ചെയ്തു. അപ്പോൾ ജിൻഡോ ഇവിടെ റോക്കി 5 പെണ്ണുങ്ങൾ ഉമ്മവെക്കുമെന്ന് പറഞ്ഞ് നീ സ്റ്റാൻഡ് എടുത്താ. അപ്പോൾ ജാസ്മിൻ ഞാൻ ഒരുത്തിയാണ് ഈ ടീമിനെ നയിച്ചത്, എന്നിട്ട് എന്ത് കിട്ടി? ബിഗ് 0. ചേട്ടാ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങയെന്ന് പറയല്ലേ എൻ്റെ ജിൻഡോ ചേട്ടാ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇല്ല നീ ഗബ്രിയുടെ കൂടെയാണ് ഫുൾ ടൈം, ഒരു പരിപാടി ചെയ്തില്ല. അപ്പം ജാസ്മിൻ ട്രിഗറായി. ഗബ്രിയുടെ കൂടെയാണെങ്കിൽ എനിക്ക് ഗബ്രിയുടെ കൂടെ എവിടെ ഇരിക്കുന്നത്? ഞാൻ ചെയ്യാനുള്ള പണി ഞാൻ ചെയ്യും കേട്ടല്ല. അപ്പോൾ നീ ഗബ്രിയുടെ കൂടെ ഒരു പണിയും ചെയ്തില്ല, ഗബ്രിയുടെ കൂടെ തന്നെ ഞാൻ ഗബ്രിയുടെ കൂടെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് എന്ത്? ഞാൻ ഇവിടെ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതും മുറ്റം അടിക്കുന്നതും അല്ല പാത്രം കഴുകുന്നതും അല്ല, തലയ്ക്കകത്ത് വല്ലതും വേണം കേട്ടാ, കാലിബർ വേണം, എന്നാലേ പവർ ടീമിൽ പോകാൻ പറ്റൂ. എനിക്ക് കാലിബർ ഉണ്ട്, തലയ്ക്കകത്തും ഉണ്ട്. അതുകൊണ്ടായിരിക്കും നീ ബിഗ് 0 ആയത്, ആയതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഞാനാവണം. അപ്പോൾ റസ്മിൻ എനിക്ക് ഞാനാവണം. അപ്പോൾ നിങ്ങളൊരു വോട്ട് എടുക്കുക. അങ്ങനെ അവസാനം എനിക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല. ജിൻഡോ ഞാനാവും. അപ്പോൾ ജിൻഡോ അപ്പോൾ ഉടനെ ജാസ്മിൻ പറയാം ലൈവിൽ നടന്നത്, നിങ്ങൾ ജഡ്ജായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്തു? അത് ഇവരുടെ മത്സരം നടക്കുന്നതിന് മുന്നേ തന്നെ റോക്കിയുടെ ടീമിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ജിൻഡോ എന്നാൽ ജഡ്ജായിട്ടിരുന്ന റസ്മിൻ എന്താ ചെയ്തത്? ജഡ്ജായിട്ടിരുന്നിട്ട് കസേര തല്ലി പൊട്ടിച്ചു, മേശ തല്ലി ഇടിച്ചു. അത് തെറ്റല്ലേ? ഞാൻ ജഡ്ജായിട്ട് കുറേ സ്ഥലത്ത് പോയി തരാം, നീ എന്നെ പഠിപ്പിക്കണമെന്ന് ജിൻഡോ. എന്തായിരുന്നാലും അന്തിമ തീരുമാനം. അപ്പോൾ ജാസ്മിൻ വോട്ട് ചെയ്യാണ്. ജാസ്മിൻ തന്നെ വോട്ട് ചെയ്തു, ജിൻഡോ. അങ്ങനെ നെക്സ്റ്റ് ടീമിൽ നിന്ന് സിജോ, ഡെൻ ടീമിൽ നിന്ന് ഋഷി, ടണൽ ടീമിൽ നിന്ന് ജാസ്മിൻ. എന്നിട്ട് അവരൊക്കെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. സിജോ വന്ന് സംസാരിക്കുന്നു. പക്ഷേ സിജോ ഇവിടെ ഒരു അബദ്ധം വിളിച്ച് പറയാണ്. അത് നമ്മുടെ ഗബ്രി പോയിന്റ് എടുത്ത് പിന്നെ നോട്ട് ചെയ്യാണ്. അതായത് സിജോ പറയാണ് പവർ ടീമുകാർക്ക് അന്യോന്യെ നോമിനേറ്റ് ചെയ്യുക, ഈ പവർ ടീമുകാർക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ വേണം ഇനി പറഞ്ഞു കൊടുക്കാൻ, ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പവർ ടീമുകാർ സേഫാണ് നോമിനേഷനിൽ നിന്ന്, അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിജോയുടെ പാളിപ്പോയി അവിടെ. അത് കഴിഞ്ഞ് ഋഷി വന്നിട്ട് ഞാനൊരു സമാധാന പ്രിയനാണെന്നാണ് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. വളരെ നല്ലൊരു സ്പീച്ച് വന്നത്. പക്ഷേ ജാസ്മിൻ വന്നിട്ട് സിജോ അവിടെ തെറ്റിപ്പോയി, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഞാനിവിടെ നന്നായിട്ട് ഗെയിം കളിക്കും, പിന്നെ നല്ല രീതിയിൽ വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനം
നേരെ ഇവർ പവർ ടീമാണ് തീരുമാനിക്കേണ്ടത് ആര് ഇതിനകത്ത് കയറുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഗബ്രി വളരെ വിദഗ്ധമായ രീതിയിൽ സിജോവിനെ പറ്റില്ല. കാര്യം സിജോ ഇവിടെ പറഞ്ഞ പോയിന്റ് പവർ ടീമുകാരെ തന്നെ അവൻ പുറത്താക്കും, അവൻ പവർഫുൾ ആണ്, പക്ഷെ നിങ്ങളെ തന്നെ പാര വെക്കും, അതുകൊണ്ട് അത് വേണ്ട. ജാസ്മിൻ ഋഷി വളരെ സോഫ്റ്റ് ആണ്, അവനും വേണ്ട, അതുകൊണ്ട് നമുക്ക് ജാസ്മിൻ എടുക്കാം. അപ്പം ജാൻമണി പറഞ്ഞു ഋഷിനെ എനിക്ക് വേണം. ഋഷിനെ അങ്ങനെ പറയാം. ഋഷി ഈസ് എ സോഫ്റ്റ് ഹാർട്ട് പേഴ്സൺ ആൻഡ് ഹി ഈസ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. ഐ ഡോണ്ട് വാണ്ട് സിജോ ആൻഡ് ജാസ്മിൻ. അത് കഴിഞ്ഞ് അപ്സര പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ആൾ വേണം. അപ്പോൾ സിജോ ആണെന്ന് പറയുന്നു. യമുന പറയുന്നു സിജോ സെൽഫിഷ് ആണ്. അപ്പോൾ ജാൻമണി പറഞ്ഞു ഷിജോ ഈസ് ഇമോഷണലി വിചാരിക്കാറില്ല, ഷിജോ ഇൻഹ്യൂമൻ ആണ് പല കാര്യങ്ങളിലും. സോ എനിക്ക് ഷിജോ താല്പര്യമില്ല, എനിക്ക് ഋഷി ഓർ ജാസ്മിൻ കുഴപ്പമില്ല. അപ്പോൾ അവിടെ വന്നിട്ട് യമുന പറയുന്നുണ്ട് അപ്പം അവിടെ ശ്രീരേഖ ഒരു സ്റ്റാൻഡ് കൊടുക്കുന്നില്ല. ശ്രീരേഖ പറഞ്ഞു എനിക്ക് രണ്ടായാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ശരി, അപ്പം ജാൻമണി എനിക്ക് പ്രോമിസ് ചെയ്യണം നിങ്ങൾ പവർ ടീമുകാരെല്ലാം ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെയാണ്. അത് പറ്റത്തെ, പ്രോമിസ് ഒന്നും പറ്റില്ല. അങ്ങനെ വോട്ടുകൾ വരുമ്പോഴത്തേക്കും ശ്രീരേഖ, നിഷാന, അപ്സര സിജോയ്ക്ക് വോട്ട് ചെയ്യുന്നു. ജാൻമണി, യമുന, ഗബ്രി ജാസ്മിന് വോട്ട് ചെയ്യുന്നു. 3-3. അവസാനം നിഷാന വോട്ട് മറിക്കുന്നു, ജാസ്മിനിലേക്ക് പോകുന്നു. ജാസ്മിനെ ടണൽ ടീമിൽ നിന്ന് പവർ ടീമിലേക്ക് എടുക്കുന്നു. നിഷാന നേരെ ഔട്ടായി ടണൽ ടീമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് നോമിനേഷനാണ്. നോമിനേഷനകത്ത് പവർ ടീമിന് മാത്രമേ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ, ക്യാപ്റ്റന് പോലും പറ്റത്തില്ല. അങ്ങനെ അപ്സര വീടിൻ്റെ പ്രതിനിധിയായിട്ട് ബിഗ് ബോസ് തീരുമാനിക്കുകയാണ്. അപ്സരയ്ക്ക് പവറൊക്കെ ഉണ്ട്. അപ്സര ടീം ഡിവൈഡ് ചെയ്യുകയാണ്. ഇനി തൊട്ട് കുക്കിംഗ് ടീമും വെസൽ ടീമും ഒന്നായിട്ട് കിച്ചൺ ടീമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പവർ ടീമുകാർ ഇനി ഒരു ജോലിയും ചെയ്യേണ്ട, നെക്സ്റ്റ് കിച്ചൺ നോക്കണം, കിച്ചൺ ഡ്യൂട്ടി. ഡെൻ ടീം, അതായത് നമ്മുടെ ഋഷി റോക്കിയുടെ ടീം ഫ്ലോറ്, ബാത്റൂം, ടണൽ ടീമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ റൂമൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അൻസിബ പറയാണ് പിന്നെ ജാസ്മിൻ. എന്തിന് ജാസ്മിൻ? അവർക്ക് 2 പേർക്കും അറിയാം അവർ 2 പേരും നോമിനേഷനിൽ വരും, ഔട്ടാവും. അതുകൊണ്ടാണ് ഗബ്രി ഇവിടെ ജാസ്മിനെ അകത്ത് കയറ്റിയത്. ഇന്നലെ രാത്രി അവൻ എന്തൊക്കെയായിരുന്നു. അൻസിബ നന്നായിട്ട് പ്ലാനിങ് ഗെയിമൊക്കെ പൊളിക്കും കേട്ടോ എല്ലാവരുടെയും. അപ്പോൾ എന്തൊരു പ്ലാനിങ് ആയിരുന്നു, അകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? അവൻ്റെ ഒരു നന്മമരം. അപ്പോൾ ജിൻഡോ നിങ്ങളൊന്നും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. ഋഷി റിയാക്ട് ചെയ്യുക. അപ്പോൾ ഋഷിക്ക് അപ്പം തൊട്ട് തുടങ്ങിയ ഒരു ദേഷ്യമാണ് കേട്ടോ. ഞാൻ റിയാക്ട് ചെയ്യും എൻ്റെ മുന്നിൽ വരട്ട്. അൻസിബ നോമിനേഷനിൽ വന്നാൽ ഇവരെന്തായാലും പോകും. ആ നിഷാന പാവം, കൂട്ടത്തിൽ ബെറ്റർ സിജോ ആണ്, അവൻ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെക്കില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് നോമിനേഷൻ പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഋഷി റോക്കിയും സംസാരിക്കുകയാണ്. ഋഷി പറയാണ് ഒരു ഗതിയുമില്ല, അവന് ഇത് തന്നെ പറയണം, അവൻ ഇത്രയും സംസാരിക്കാൻ ഒരിതില്ല. കൺഫെഷൻ റൂമിൽ അടച്ചിരിക്കാൻ ഞാൻ റിയാക്ട് ചെയ്യും, ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം റോക്കിയടാ അവനൊരു എത്തിക്സ് ഇല്ല. അപ്പോൾ ഋഷി ബിഗ് ബോസിൽ മാത്രമല്ല പുറത്തും ഇങ്ങനെ തന്നെയാണ്, പുറത്തും ഇങ്ങനെ ജാസ്മിനെയാണ്. അപ്പോൾ ഋഷി ബിഗ് ബോസ് കപ്പിൾസാണ് പോലും, കപ്പിൾസ് ഇങ്ങനെ തന്നെ കപ്പിൾസ് ആകണം. കാണാനൊക്കെ കുറച്ച് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ കപ്പിളിനെയൊക്കെ, പക്ഷേ ഇത് എത്ര ദൂരം പോകുന്നു കാണാം. അവൻ പവർ റൂമിൽ കയറിയത് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഒരു പേടിയുമില്ല. പവർ റൂമിൽ കയറിയിട്ട് എനിക്ക് ധൈര്യമുണ്ട് കളിച്ച് ജയിക്കാൻ, എനിക്ക് ആൾക്കാരുണ്ട്, എനിക്ക് ഫാൻസ് ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നോമിനേഷൻ വന്നാൽ അവൻ ഔട്ടാണ് എന്ന് ആര് പറഞ്ഞു? റോക്കി പറയുന്നു. അത് കഴിഞ്ഞ് നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പവർ ടീമുകാർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, ഇതിനകത്ത് ക്യാപ്റ്റൻ ഇടപെടാൻ പാടില്ല. ഇനിയാണ് കളി തുടങ്ങുന്നത്. ജാസ്മിനും ഗബ്രിയും കൂടെ നേരെ പോയിട്ട് പറയാണ് ഋഷിയുടെ പേര്. വേറെ ഒരു പേരും പറയുന്നില്ല, ഒറ്റ പേരേ പറയുന്നുള്ളൂ. അതായത് ഇതിനകത്ത് ആരും നോമിനേറ്റ് ചെയ്യാത്ത, എന്നാൽ ഒട്ടും കളിക്കാത്ത, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, അത് ഋഷിയാണ്. വൈ ഋഷി? I don't want Rishi. I want valid reason. No. I want Janmani. I want valid reason because I don't want to get negative. എനിക്ക് നെഗറ്റീവ് ആവാൻ താല്പര്യമില്ല. എനിക്ക് വാലിഡ് റീസൺ വേണം. ഋഷിനെ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? അത് സേഫ് ഗെയിം കളിക്കും. നോ സേഫ് ഗെയിം ഇസ് നോട്ട് എ പോയിന്റ്. എനിക്ക് വാലിഡ് റീസൺ വേണം. ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, പറയണ്ട. അപ്പോൾ യമുന പറയാണ് ഋഷി ആണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല. യമുനയ്ക്ക് നിഷാനയോ ആരായാലും മതി. ഇവിടെ ശ്രീരേഖയ്ക്കും ഋഷി ആണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല. ശ്രീരേഖ ഒരു സ്റ്റാൻഡ് എടുക്കണില്ല കേട്ടോ. ജാസ്മിൻ അങ്ങനെ പറയാം. ജാസ്മിൻ ഇന്ന് തന്നെ ആളാണ്, ഞാൻ ഇവിടെയുള്ള വ്യക്തിയാണ് പണ്ട് തൊട്ടേ. അത് പറയാൻ പറ്റുമോ ജാൻ ചേച്ചി? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് പവറുണ്ട്, ഐ ഹാവ് ഓൾസോ പവർ. ജാസ്മിൻ അത് പറയാൻ പറ്റില്ല. എനിക്ക് നെഗറ്റീവ് ആവാൻ പാടില്ല, എനിക്ക് എൻ്റെ ടീമിനെ നെഗറ്റീവ് ആക്കാൻ പാടില്ല. എനിക്ക് ഋഷിയുടെ പേര്, എനിക്ക് വാലിഡ് റീസൺ വേണം. അത്രേ ഉള്ളൂ, എനിക്ക് പറ്റില്ല. അപ്പോൾ ശ്രീരേഖ എനിക്ക് ഋഷി ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ജാൻമണി ഒരു വാലിഡ് റീസൺ വേണം, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ ജാൻമണി. അപ്പോൾ ജാസ്മിൻ ഒന്ന് കേൾക്കോ ചേച്ചി? ഇല്ല എനിക്ക് കേൾക്കണ്ട, നീ സ്മോക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അപ്സര ഒന്ന് ആ ചേച്ചി ഒന്ന് വാ നിങ്ങളിങ്ങനെ പ്ലീസ് ഒന്ന് വാ. അപ്പോൾ എനിക്ക് നെഗറ്റീവ് ആവാൻ പറ്റില്ല, എനിക്കൊരു വാലിഡ് റീസൺ വേണമെന്ന് പുറത്തേക്ക് അറിയാം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പറ്റില്ല.
ഓക്കെ എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് നോറേനെ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ എനിക്ക് ഋഷിനെയും ചെയ്യാൻ പറ്റില്ല. ഓക്കെ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ ശരി ജിൻഡോ, ജിൻഡോ ഈസ് സേഫ്. ഓക്കെ ജിൻഡോനെ പറയാം, നമുക്ക് ജിൻഡോനെ പറയാം. അങ്ങനെ ജിൻഡോനെ പറയുന്നു. അങ്ങനെ 8 പേരാണ് നോമിനേറ്റഡ് ആവുന്നത്. ജിൻഡോ, നിഷാന, നോറ, റോക്കി, ഋഷി, റസ്മിൻ, സുരേഷ്, സിജോ. അങ്ങനെ 8 പേര് നോമിനേറ്റഡ് ആവുകയാണ്. ഇതിനകത്ത് ആരാണ് പുറത്ത് പോകുന്നത് നമുക്ക് നോക്കാം. മിക്കവാറും ഡബിൾ എവിക്ഷനൊക്കെ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. അപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്കീ ഐസ്ക്രീം വന്നിട്ട് അവർക്ക് ഈ വിജയിച്ച ടീമുണ്ടല്ലോ, ലാലേട്ടൻ്റെ എപ്പിസോഡ്, അവർക്ക് ഐസ്ക്രീം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ജാൻമണി പോയിട്ട് ഋഷിയുടെ അടുത്ത് പറയുകയാണ്, ഈ സംഭവ വികാസങ്ങളൊക്കെ പറയുകയാണ്. എന്താണ് പറയുന്നത് വെച്ചാൽ, ഋഷി നിൻ്റെ പേര് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റീസൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കാത്തത്. അപ്പോൾ ഋഷി എൻ്റെ പേര് പറഞ്ഞോ, 2 പേരും പറഞ്ഞു, പക്ഷേ എനിക്ക് റീസൺ ഉണ്ടായില്ല. പക്ഷേ എനിക്കറിയാം നിനക്ക് വോട്ട് കിട്ടും, എനിക്കറിയാം നിനക്ക് വോട്ട് കിട്ടും, നീ പോകത്തില്ല, എനിക്കറിയാം അപ്സര. പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. വേറെ ആരെയും അവർക്ക് കിട്ടിയില്ലേ? പിന്നെ അവർ കാരണം അവർക്ക് ബെഡ് വേണം പോലും, അവന് ബെഡ് വേണം. ഋഷി അവന് ബെഡ് ഗബ്രി പറയണില്ല, എൻ്റെ പേര് പറഞ്ഞ ഗബ്രിൻ ജാസ്മിൻ്റെ പേര് പറഞ്ഞല്ലേ ഋഷി, പേര് പറഞ്ഞു. പക്ഷെ നീ സേഫാണ്. അപ്പം ഇല്ല, എൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് അവൻ നിന്നിട്ട് അവനെ ഞാൻ നോക്കിക്കോ, ഇവിടെ ഒരു ഒച്ചയാനൊക്കെ ഇന്ന് ഉണ്ടാവും, ഇന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ജാൻമണി എനിക്കറിയാം നീ സേഫാണെന്ന്, എനിക്കൊരു വിലയുണ്ട് അറിയാമോ, എനിക്കൊരു വില കേട്ടാ, അത് മനസ്സിലാക്കണം. ഞാൻ വെച്ചിട്ടുണ്ട് അപ്സര. ഞാനേ ഇവൻ്റെ പേര് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഋഷി മരവാഴകൾ അവർക്കറിയാം ഞാൻ സ്ട്രോങ് ആണെന്ന്. മരവാഴയ്ക്കുണ്ടായ അത് മരവാഴയുടെ പുറകെ വാഴ, സോറി കേട്ടോ, മരവാഴയ്ക്ക് വാഴ ഒരു പൊട്ടനും. അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ഗബ്രി, എടാ ഗബ്രി ജാസ്മിൻ ഇത് എൻ്റെ തലയിൽ തന്നെ വരും. അപ്പോഴത്തേക്ക് ഋഷി അവിടെ കൂടെ പോണേ. അപ്പം ജാസ്മിൻ അപ്പം ഋഷി എടാ അറിഞ്ഞ് മീറ്റിംഗ് വിളിക്കാം. അങ്ങനെ പവർ റൂമുകാർ മീറ്റിംഗ് വിളിക്കുകയാണ്. അല്ല ജാസ്മിൻ ചേച്ചി ഇത് ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ ഋഷിയോട് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ ചേച്ചി? നമ്മളിവിടെ പവർ റൂമിൽ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾ ഞാൻ അവിടെ പോയി പറഞ്ഞത്, അതെന്താ പറഞ്ഞാൽ ഞാനൊരു ഋഷിയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. പക്ഷെ ഞാനൊരു എൻ്റെ പേര് ഇപ്പം ഞാൻ ജിൻഡോയുടെ കാര്യം ഞാൻ എൻ്റെ തലയിലല്ലേ എടുത്തത്, ഞാനല്ലേ ജിൻഡോയുടെ പേര് പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തല്ലോ. പക്ഷെ അതുപോലെ ഞാനിവിടെ ഋഷിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഋഷി റോക്കി, ഇപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. എന്നെ പുറകിൽ നിന്ന് കുത്തിയല്ലേ അവൻ എന്നെ പുറകിൽ നിന്ന് കുത്തി. ഒരുത്തൻ ഇവിടെ ജീവിക്കില്ല, ഇവിടെ ഒരിക്കലും ഞാൻ ജീവിക്കത്തില്ല. ഞാൻ മനസ്സാ വാചാ കർമ്മണ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇവനെ എൻ്റെ മുന്നിൽ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് 2-3 പ്രാവശ്യം ഇവൻ എൻ്റെ മുന്നിൽ കൂടെ വന്ന് ഋഷി പല്ലൊക്കെ കടിക്കുന്നേട്ടാ, ഉളുപ്പില്ലാത്ത വാഴകൾ. ഞാൻ നോക്കിക്കോ, എനിക്ക് നോമിനേഷനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് എൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കഴിവുമില്ല. അവളുടെ പുറകെ കെഞ്ചി നടക്കുകയാണ് അവൾ പറയുന്നതും കേട്ടിട്ട്. അവൾ നോക്കിക്കോ, അവനെ വലിച്ചു ഉടുക്കും നോക്കിക്കോ. ദൈവം മുകളിൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് കരയുന്നു. അപ്പം ഞാൻ ഈശ്വര ഈ പയ്യനെന്ത് ഇത്രയ്ക്ക് കരയണം, ഈ പയ്യൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഇറങ്ങിയതാണ്, എന്തോന്നാണ്. അപ്പോൾ റോക്കി നീ സമാധാനിക്ക്. ഫ്രണ്ടിൽ നിന്ന് അവൾ പറഞ്ഞോട്ട്, പക്ഷെ ബാക്കിൽ നിന്ന് അതിന് 9:30 അപ്പം എന്താടി ജാസ്മിനോടെ കൂടെ ചിരിച്ചോണ്ട് പോകുന്നേ. അപ്പം തന്നെ നമ്മുടെ ഋഷിക്ക് ട്രിഗർ വന്നു. എന്താടി നിനക്ക് ഇത്ര ചിരിക്കണത്? നിനക്ക് ബാക്കിൽ നിനക്ക് നീ ഒന്നെങ്കിൽ ബാക്കിൽ നിന്ന് കുത്ത്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കുത്ത്. ഫ്രണ്ടിൽ വന്ന് ചിരിക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഫ്രണ്ടിൽ നിന്ന് വന്ന് കുത്ത്. നീ ഇത്രയ്ക്ക് ഇങ്ങനെ ആയി പോയല്ലോടി. അത് നോമിനേഷൻ ചെയ്തതല്ലേ ഉള്ളൂ. എടി നീ എന്നെ കൈ പിടിക്കാനും ചിരിക്കാനും കളിക്കാനും എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. അല്ല നോമിനേഷൻ ചെയ്തെന്ന് വെച്ചിട്ട് നീ എൻ്റെ ഫ്രണ്ടിൽ വരണ്ട. നാണം കെട്ടവളെ, നീ വരണ്ടടി ഉളുപ്പില്ലാത്തവളെ. എന്നിട്ട് ഡാഷ് എന്നൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുന്നത്. നീ എന്നെ ചിരിക്കാൻ വരരുത് കേട്ടല്ല. നിന്നെപ്പോലത്തെ ഒരു നാണം കെട്ടവൾ ഈ ലെവലിൽ നിന്നെപ്പോലത്തെ എണ്ണം വേറെ ഇല്ല. അപ്പം ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തതിൽ പക്ഷേ ഞാൻ അന്തസ്സായി പുറത്തേക്ക് പോകും. എനിക്ക് പ്രശ്നമില്ല. ഇമ്മാതിരി പണിയൊന്നും എനിക്കെടുക്കുക, നിന്നെപ്പോലത്തെ ഇമ്മാതിരി വൃത്തിയായിട്ട് പണി എടുക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടാ. അപ്പോൾ ഋഷി ഗബ്രി നീ എൻ്റെ ഫ്രണ്ടിൽ വന്നൊന്ന് ചിരിച്ചല്ലേ? അല്ല ഞാൻ പവർ ടീം ആകുമ്പോൾ നോമിനേറ്റ് ചെയ്യുമല്ലോ. പിന്നെ ചിരിച്ചാൽ എന്താ കുഴപ്പം? നോമിനേറ്റ് ചെയ്യുന്നവരാരും ഇവിടെ ചിരിക്കലില്ലേ ജാസ്മിൻ? എടി നീ മിണ്ടരുത്. നീ ആ വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയായി പോയല്ലോടി നീ. എടാ ഗബ്രി നീ വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയായി പോയല്ലോടാ, നീ ചിരിക്കരുത് നീ. അപ്പൊ ജാസ്മിൻ മതി, ഞാൻ ഇത്രയും സഹിച്ചു, എനിക്ക് ഇതിന് കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ല. എന്താ ഇവിടെ ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ? എല്ലാവരും വായും തുറന്ന് അന്തം വിട്ട് നിൽക്കുന്നു. അപ്പൊ ഋഷി ഞാൻ ഋഷി ഭയങ്കര കരച്ചില്.
കരച്ചിലും ഭയങ്കരമായത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറി നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിച്ചു കയറി വരികയാണേ. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് കുത്തിയല്ലേ, നീ ഫ്രണ്ടിൽ നിന്ന് കുത്ത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കുത്ത്, നാട്ടുകാരൊക്കെ കാണുകയാണ് കേട്ടോടി, അപ്പോൾ നീ പുറകെ പോടി എന്ന് പറഞ്ഞ് റൂമിൽ പോയിരുന്നു. ശ്വാസം മുട്ടുന്നു, വായ്പൂടെ പതയൊക്കെ വന്നു, എന്താണെന്നറിയില്ല, എല്ലാവരും കൂടെ ഇതായി ഭയങ്കര പാനിക് അറ്റാക്ക് പോലെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് അത് കഴിഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ BB+ ആണ് കാണിക്കണം മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്ന പ്രശ്നങ്ങൾ. അപ്പം റസ്മിൻ വന്നിട്ട് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് ചെയ്തു കേട്ടാ. നന്നായിട്ട് അവരെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റോക്കി എണീറ്റിട്ട് എവിടെ ഡ്രസ് കോഡ്, ഇതൊന്നും അല്ല ഡ്രസ് കോഡ്, നന്നായിട്ട് ഇവിടെ കഴിഞ്ഞ്. അപ്പൊ സിജോ അവിടെ മുണ്ടെടുത്ത് നിന്നാണ് ചെയ്തത്. പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, നമുക്ക് കാഴ്ചയിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അല്ല ജിൻഡോയും റോക്കിയാണ് ആദ്യം കൊണ്ടുവന്നത്. നിന്റെ ഡ്രസ് കോഡ് എവിടെ? നീ എന്തിനു ഡ്രസ് കോഡ് ഇടിപ്പിക്കുന്നത്? നിന്റെ ഉത്തരവാദിത്തമാണ് ഡ്രസ് കോഡ് ഇടിപ്പിക്കാനുള്ളത്, അത് നീ ചെയ്തില്ല. എന്നിട്ട് നീ വന്ന് വലിയ കാര്യമൊന്നും പറയണ്ട, വലിയ വീമ്പൊന്നും കളക്കണ്ട. റസ്മിൻ, ഞാൻ ഫിസിക്കൽ ട്രെയിനറാണ്, അല്ലാണ്ട് ജിം ട്രെയിനർ അല്ല. ജിമ്മിൽ കയറ്റില്ലല്ലോ, ജിമ്മിന് മുണ്ടെടുത്ത് കയറ്റുമോ? കയറ്റത്തില്ല. പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഡ്രസ് കോഡ് ഉണ്ട്? ഇതൊരു ഷോയാണ്, ഇതിൽ ഡ്രസ് കോഡ് ഇടിപ്പിക്കണം, നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ സിജോയോട് പറഞ്ഞതാണ് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ബാഗിനകത്താണെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരാ, അയ്യയ്യേ അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ ചെയ്യിപ്പിക്കും. നിന്റെ ഭാഗത്തുള്ള തെറ്റാണ്, നിന്റെ ഭാഗത്ത് മാത്രമുള്ള തെറ്റ്. ഡ്രസ് കോഡ് എവിടെ? എടി പൊടി എന്ന് വിളിച്ചാൽ കൊണ്ടല്ലോ, ഞാൻ ഫിസിക്കൽ ട്രെയിനറാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജിം ട്രെയിനറാണ്. നെഞ്ചത്തോട്ട് കയറരുത്, ഞാൻ നെഞ്ചത്തോട്ട് കയറാനൊന്നുമില്ല. നീ ഡ്രസ് കോഡ് ഇടിപ്പിച്ചില്ല, നീ പോടി. നീ അപ്പൊ ഡ്രസ് കോഡ് ഇടിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവർ ചെയ്തില്ല. നിങ്ങൾ വെറുതെ ഇതാക്കാൻ നിൽക്കരുത്. ഞാൻ പറയും, നീ ഡ്രസ് കോഡ് ഇടിപ്പിച്ചില്ല, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങൾക്ക് എന്നോട് അസൂയയാണ് റസ്മിൻ, നിങ്ങൾക്ക് എന്നോട് അസൂയയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നല്ലത് പറയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ഫ്രം എവരി വൺ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റോക്കി. അപ്പൊ ജാസ്മിൻ, എടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറും ജിം ട്രെയിനറും എന്താന്ന് പോലും ഇവൻ അറിഞ്ഞൂടെ വ്യത്യാസം, പിന്നെ എന്തിനടി നീ തർക്കിക്കാൻ നിൽക്കുന്നത്? അപ്പൊ ശ്രീതു, അതേ സംസാരിക്കുമ്പോൾ ബോഡിയിലേക്ക് കയറി വരരുത് കേട്ടല്ലോ, എനിക്ക് സ്പേസ് വേണം, ഞാൻ ഒരു സെന്റൻസ് എങ്കിലും പറയും ഒരാഴ്ച. അപ്പൊ റോക്കി, എനിക്കറിയാം, എനിക്കിതാ നെറ്റുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ മാല ഇടാമോ? മാലയും ഇടാം, ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നതാണ് കറക്റ്റ് ഇവിടെ. അപ്പൊ ഡ്രസ് കോഡൊക്കെ വേണ്ടേ? ഇത് ഡ്രസ് കോഡാണോ? മാലയും നെറ്റുള്ള ഡ്രസ്സും? ഇത് എന്റെ ഡ്രസ് കോഡാണ്, ഇങ്ങനെ ജിമ്മിൽ പോവാ, ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല, സിജോ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു ഡ്രസ്സിനകത്താണ് ഇരിപ്പുള്ളത്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് എന്തായിരുന്നാലും ചെയ്യിക്കാൻ പാടില്ല. അപ്പൊ ഋഷി വന്നിട്ട്, ഈ ജിൻഡോ ചേട്ടനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അയ്യോ, എനിക്കൊരു കുഴപ്പമില്ല, സാധാരണ നമുക്ക് ജിമ്മിൽ നമ്മൾ ഡ്രസ് കോഡ് ഉണ്ട്, ഇവിടെ പിന്നെ അത് ചെയ്യിപ്പിച്ചില്ല. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, പുള്ളിക്കാരി പറഞ്ഞല്ലോ സിജോയുടെ അടുത്ത്, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ ഈക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം കൺഫെഷൻ റൂമിലാണ് കാണിക്കുന്നത്. കൺഫെഷൻ റൂമിൽ നമ്മുടെ ഋഷി വിങ്ങിപ്പോയിട്ട് സിജോയും കൂടെ പോകുന്നുണ്ട്. ഋഷി ഭയങ്കര കരച്ചു. അപ്പോൾ സിജോ പറഞ്ഞു, നമുക്കെല്ലാം ശരിയാക്കാം, നിങ്ങൾ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേ. എന്നിട്ട് അകത്ത് കയറി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ശാന്തനാകൂ. എടാ, നീ ഇവിടെ ശത്രുക്കളും മിത്രങ്ങളൊക്കെ ഉള്ളതാണ് ബിഗ് ബോസ്. എന്നെ നോമിനേറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ടിൽ വന്ന് ചിരിച്ച് കാണിച്ചിട്ട് എൻ്റെ പുറകിൽ നിന്ന് കുത്തിയതാണ് എനിക്ക് വിഷമം വന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലേട്ടാ. അപ്പം നീ ഒന്ന് മിണ്ടായിരിക്കുക, അവർ ഒന്ന് സോറി പറഞ്ഞാൽ നീ ഓക്കെ പറഞ്ഞ് വിട്, നീ സ്ട്രോങ് ആവും, നീ ഇങ്ങനെ വീക്ക് ആവാതെ നോക്കിക്കോ. ഋഷിക്കായിരിക്കും ഏറ്റവും കൂടുതൽ നോമിനേഷൻ അടുത്ത ആഴ്ച. ഈ പറഞ്ഞ ആൾക്കാർ, ഈ താങ്ങിയ ആൾക്കാർ മുഴുവൻ പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്യും, നോക്കിക്കോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഗബ്രി, ആരാണ് വീക്ക് ആരാണ് സ്ട്രോങ്? എനിക്ക് ഗബ്രി, ആരാണ് വീക്ക് ആരാണ് ഡിസ്കഷനിൽ? ഇതെന്തിനാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഋഷിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജാസ്മിൻ ഋഷിയുടെ പേര് പറഞ്ഞു, എന്റെ പറയാൻ പാടില്ലേ? കുഴപ്പമുണ്ടോ? അപ്പൊ റോക്കി, എടി നീ ഗെയിം കളിക്കുകയാണെങ്കിൽ വൃത്തികെട്ട ഗെയിമാണ് നീ കളിക്കുന്നത് കേട്ടാ, നിനക്ക് അവനോട് സംസാരിച്ചോണ്ടി. അപ്പൊ ജാസ്മിൻ, രതീഷിനെ നോമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരും ചിരിച്ചോണ്ട് നടന്നല്ലോ, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അല്ലട, നീ ഗെയിം അല്ല, ഇവിടെ ഒരാഴ്ച ആക്റ്റീവ് ആകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഋഷിയെ നോമിനേറ്റ് ചെയ്തത്, അല്ലെ നീ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അപ്പൊ എടി ദുഷ്ടേ, നീ ഇത്രത്തോളം നിങ്ങൾ ആരും പറയണം, എന്നെ ഇത്രത്തോളം ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ ഒരു സ്ത്രീകളെയും അവനെ ഇങ്ങനെ പറയൂല, എന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയുള്ളൂ എൻ്റെ വിഷമം. എന്നിട്ട് ജാസ്മിൻ കരയാൻ തുടങ്ങിയാണ്. അപ്പോൾ റോക്കി ഇപ്പുറ സൈഡിൽ കരയുള്ളൂ. എനിക്കറിയാം എൻ്റെ വിഷമം, എനിക്കറിയാം, എന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ മാത്രം. ഭയങ്കര കരച്ചിലായി. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു ഗബ്രീനെ. ഗബ്രീ. അപ്പോഴത്തേക്ക് നോറ, പിന്നെ ഓളുടെ ഒരു ചിരിയും കരച്ചിലും. എടീ, നീ എൻ്റെ ഇടയിൽ കൂടെ കളി കളിക്കരുത്. ഓളുടെ ചിരിയൊക്കെ എനിക്കറിയാം, ഓൾ ഇങ്ങനെ തന്നെയാണ്, ഓളുടെ കാര്യം പറയണ്ട. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് റോക്കിയും നോറയും കൂടെ, പിന്നെ
ഓളെൻ്റെ പേര് പറഞ്ഞത് എനിക്കറിയാം. ഓളുടെ ഒരു കളി അപ്പോഴേ എനിക്ക് മനസ്സിലായിക്കൂടെ ഓള് ഫേക്ക് ആയിരുന്നു. ഓളുടെ കരച്ചിലും ഫേക്ക്, എല്ലാം ഡ്രാമയാണ്. അവൾ ഇതൊക്കെ ഓളിത് ചെയ്തിട്ട് എനിക്ക് അപ്പം ഗബ്രിക്ക് ഋഷിക്ക് ഇത്രയ്ക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ ഓൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, എന്നിട്ട് എനിക്ക് എത്ര വിഷമം വരും? അപ്പം റോക്കി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവള് ക്യാരക്ടർ ഇല്ലാത്തവളാണെന്ന്. ജാസ്മിനും ഗബ്രി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്താ ഇത്രയും ബ്രേക്ക് ഡൗൺ സംഭവിച്ചല്ലോ, പോട്ടുമോളെ നീ കരയണ്ട. ശരണ്യയും ജാസ്മിനും ഗബ്രിയും. ശരണ്യ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ ലവ് ട്രാക്ക് ആണെങ്കിൽ നിങ്ങളൊരു പ്രൈവസി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ, എനിക്ക് ഇവനോട് കാതലൊന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്സാണ്, എനിക്ക് ഹഗ് ചെയ്യാൻ പറ്റിയ ഒരാൾ വീട്ടിൽ. അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും ആ ഋഷി പാവമാണെന്ന് വിചാരിച്ചപ്പോൾ ഗബ്രി പാവം തന്നെയാടാ, പക്ഷേ അവനെ ആരോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രിഗർ ചെയ്തിട്ടുണ്ട്. ആ റോക്കിയാണ് അവനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നെ അടി. അപ്പോൾ ഗബ്രി ജാസ്മിൻ എടുത്ത്, നീ എന്നെ ഇട്ടിട്ട് പോയില്ലല്ലോ, നോക്കാം. കുറച്ച് കഴിഞ്ഞ് റസ്മിൻ വന്നിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, 3 പേരും കൂടെ ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നു, അവസാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ BB+. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. പുതിയ നാടകങ്ങളും നാടകക്കളരികളും ഗെയിമുകളും റിയാലിറ്റികളും ലവ് ട്രാക്കും ഫേക്ക് ട്രാക്കും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.